പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെ അറിയിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇങ്ങനൊരു അവസരം പരിശുദ്ധാത്മാവ് ഒരുക്കിയതിന് ഞാൻ കോടാനുകോടി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി ഒരുക്കപ്പെടുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും ദൈവികമാകുന്ന അറിവിലേക്കും ദൈവികമാകുന്ന മഹത്വത്തിലേക്കും വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, പാപം ഏറ്റുപറയുക, വിടുതൽ പ്രാപിക്കുക. ശ്രദ്ധിക്കണം, പാപം ഏറ്റുപറയുക, വിടുതൽ പ്രാപിക്കുക. അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനവും 32-ാമത്തെ സങ്കീർത്തനവും തമ്മിൽ ഒരുമിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. 51-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ജീവിതത്തിലെ പാപത്തെ നിന്നും ദൈവത്തോട് അവൻ അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന 51-ാമത്തെ സങ്കീർത്തനമെങ്കിൽ 32-ാമത്തെ സങ്കീർത്തനം ദൈവത്തിന് നന്ദി പറയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പാപം ഏറ്റുപറഞ്ഞാൽ ഉണ്ടാകുന്ന വിടുതലും അതിൻ്റെ ആശ്വാസത്തെക്കുറിച്ചാണ് ദാവീദ് പ്രകീർത്തിക്കുന്നത്. പാപത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് പാപം, എങ്ങനെയാണ് പാപം ചെയ്യുന്നത് എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇവിടെ 32-ാം സങ്കീർത്തനത്തിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ദാവീദ് പറയുക. ആ 4 കാര്യങ്ങൾക്ക് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച ദൈവം അടുത്ത് തരാൻ പോകുന്ന ദൈവിക വിടുതലുകളും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പ്രകീർത്തിക്കുന്നത്. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്ത വാക്യം, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു കോടീശ്വരനായി ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ സാധാരണയായി പറഞ്ഞു പോകുന്നൊരു വാക്കാണ്, ആ വ്യക്തി ഭാഗ്യവാനാണ്. നല്ല വീടുണ്ടെങ്കിൽ, നല്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നല്ലൊരു കുടുംബമാണെങ്കിൽ, നല്ലൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും നോക്കി പറയുന്നു അവൻ ഭാഗ്യവാനാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ല നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വിമോചനം ലഭിച്ച, അല്ലെങ്കിൽ ഏറ്റുപറച്ചിലിൽ കൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കർത്താവ് ആ 4 വിഷയങ്ങൾക്ക് പരിഹാരം നൽകിയ അവനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ ഈ ദൈവവചനം നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവാശ്രയത്തിൽ ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് ഈ സന്ദേശം ഒരുമിച്ച് ചേർന്ന് ഏറ്റെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഒന്ന്, ഇവിടെ ദാവീദ് പറയുന്നൊരു വാക്കാണ് ലംഘനം. രണ്ടാമത്തത് പറയുന്നു പാപം. മൂന്നാമതായി പറയുന്നു അകൃത്യം. നാലാമതായി പറയുന്നു കപടം. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഒരു ആത്മീയൻ്റെ ജീവിതത്തിൽ വന്ന് കയറുന്ന 4 കാര്യങ്ങളാണ്. ഇത് ഒരു അനാത്മീയന് വേണ്ടിയല്ല ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്, ആത്മീയ നിലവാരത്തിൽ നിൽക്കുന്ന, എന്ന് വെച്ചാൽ ദാവീദിനെ പോലെ അഭിഷേകം ചുമക്കുന്ന, ദാവീദിനെ പോലെ പ്രവചിക്കുന്ന, ദാവീദിനെ പോലെ ഭൂതങ്ങളെ പുറത്താക്കുന്ന, ദാവീദിനെ പോലെ ദൈവിക അധികാരമുള്ള, ദാവീദിനെ പോലെ ദൈവമഹത്വത്തിൽ നിൽക്കുന്ന, ദാവീദിനെ പോലെ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അകത്ത് അവർ പോലും അറിയാതെ കയറുന്ന 4 പ്രധാനപ്പെട്ട വിഷയമാണ്. 1 ലംഘനം, 2 പാപം, 3 അകൃത്യം, 4 കപടം. ഈ 4 കാര്യങ്ങളിലേക്ക് മനുഷ്യനെ പിശാച് വലിച്ചു കൊണ്ടുപോകുന്നു. ഞാൻ ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു അനാത്മീയനോടുള്ള ദൈവത്തിൻ്റെ ദൂതല്ല ഞാൻ ഇന്ന് ദൈവാത്മാവിൽ പറയുന്നത്. ആത്മീയരായിരിക്കുന്ന
വേർപെട്ട് ദൈവത്തെ സ്തുതിക്കുന്ന, കർത്താവിൻ്റെ പൊന്നുമുഖം നോക്കി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ദൈവിക കൃപകളുള്ള ഒരു വ്യക്തിയുടെ മേൽ ആ വ്യക്തി പോലും അറിയാതെ കയറി വരുന്ന ഈ 4 പാപ രോഗങ്ങൾ അല്ലെങ്കിൽ 4 പ്രവൃത്തികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഞാൻ അതിൻ്റെ ഓരോ അർത്ഥങ്ങളും അതിൻ്റെ മൂലഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ലംഘനം എന്ന് പറയുന്നത് കലഹമാണ്. 2, വിമത. 3, അധികാരത്തിനെതിരെ മനഃപൂർവമായ ലംഘനം. എന്ന് വെച്ചാൽ അതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമത്തെ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്ന പ്രവൃത്തി. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്ന പ്രവൃത്തിയാണ് ലംഘനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നോക്കണം പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നിയമത്തെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്ന, അറിഞ്ഞുകൊണ്ട് ലംഘിക്കുന്ന പ്രവൃത്തിയെയാണ് നമ്മൾ ലംഘനം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ റോഡ് വഴിയായി ഹെൽമെറ്റ് വെച്ച് കൊണ്ടുപോകുന്നു. എന്തിനാ? നമ്മുടെ തല ഒരു ആക്സിഡന്റ് പെടുമ്പോൾ തല മുട്ടാതിരിക്കാനും തലയ്ക്ക് ക്ഷതമേൽക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളത് ചെയ്യുന്നത്. എന്നാൽ അത് മനഃപൂർവ്വം നമുക്കറിയാം, അതറിയാം, അത് വെക്കണം. വെച്ചില്ലെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് ഈ ഗവൺമെന്റിൽ നിയമിച്ചിരിക്കുന്ന പെറ്റി അടക്കേണ്ടി വരും. എന്നാൽ ഞാൻ മനഃപൂർവ്വം ഈ നിയമം അറിഞ്ഞിട്ടും മനഃപൂർവ്വം ചെയ്യാതെ പോയാൽ അതിൻ്റെ അർത്ഥം ലംഘനമാണെങ്കിൽ, ദൈവവചനം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി അറിഞ്ഞിട്ടും തെറ്റിതാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും നമ്മൾ മനഃപൂർവമായി ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിക്കുമ്പോൾ അതിൻ്റെ പേരാണ് ലംഘനമെന്ന്. നോക്കിട പ്രിയമുള്ളവരെ, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. പലപ്പോഴും വിശുദ്ധന്മാരുടെ ഇടയിൽ ലംഘനങ്ങൾ നടക്കുകയാണ്. അവർക്ക് വചനം നന്നായിട്ട് അറിയാം, വചനം പ്രസംഗിക്കാൻ അറിയാം, വചനം കാണാതെ പറയാൻ അറിയാം, വചനം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ പല ദൈവവചനത്തെ ലംഘിച്ചുകൊണ്ടുള്ള യാത്ര, ഇത് വളരെ പ്രയാസകരപരമായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1, ലംഘനം. 2, വേദപുസ്തകം പറയുന്നു പാപം. പാപം എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പാപത്തെ വലിയ ഗൗരവമായി എടുക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുക? അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് ലക്ഷ്യം തെറ്റുക, അടയാളം നഷ്ടപ്പെടുത്തുക. നോക്കുക, ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യതയ്ക്കുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ നാഥനെ കാണാനുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തെ തെറ്റിക്കുന്ന എന്ത് കാര്യമാണോ അതിൻ്റെ പേര് പാപം തന്നെയാണ്. നോക്കുക, അതിൻ്റെ ഒരു ചെറിയ വിവരണം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വിശുദ്ധ നിലവാരത്തിൽ എത്താതിരിക്കുക, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും തെറ്റ് ചെയ്യുക, ഇതിനെയാണ് പാപമെന്ന് പറയുന്നത്. നോക്കുക, നമ്മുടെ ലക്ഷ്യം വിശുദ്ധന്മാരായിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, യഥാർത്ഥമായി മറ്റുള്ളവരെ ഉപദേശിക്കുന്ന, മറ്റുള്ളവരെ ദൈവസ്നേഹത്തിൽ കൊണ്ടുവരുന്ന, നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പറയാനുള്ള ഒരു കാര്യം, പലപ്പോഴും ഞാനും നിങ്ങളും പാപം ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ലക്ഷ്യം തെറ്റിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പലരെയും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ശുശ്രൂഷ കൊണ്ടും ലക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ പോകുന്നത് ലക്ഷ്യം തെറ്റിയാണ്. എന്ന് വെച്ചാൽ നിത്യതയുടെ വെളിപ്പാട് നഷ്ടപ്പെടുത്തി, എന്ന് വെച്ചാൽ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ ദിവ്യമാറിയ സ്വർഗീയ അനുഭവത്തെ തെറ്റിച്ചാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. സ്തോത്രം. ഇനി 3-മതായി ദാവീദ് അവിടെ പറയുന്നു അകൃത്യം. ശ്രദ്ധിക്കണമേ, അതിൻ്റെ മൂലഭാഷയിൽ ഇങ്ങനെ വക്രത, ദുഷ്ടത, കുറ്റം, കുറ്റത്തിൻ്റെ ഫലവും എന്നതിൻ്റെ ചുരുക്കെഴുത്തെന്ന് പറയുന്നത് പാപത്തിൻ്റെ ആന്തരിക വളച്ചൊടിച്ചിലും അതിൻ്റെ കുറ്റബോധവും ശിക്ഷാർഹതയും, അതിനെയാണ് അകൃത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദുഷ്ടത, കുറ്റം പറച്ചിൽ, ഇതൊക്കെ അകൃത്യത്തിൽപ്പെട്ടതാണ്. 4-മത്തത് കപടം. ഹല്ലേലൂയ. അതിൻ്റെ മൂലഭാഷയിൽ വഞ്ചന, കള്ളത്തരം, കപടത, ഇതിനെയാണ്
കപടം എന്ന് പറയുന്നത്. അതിന്റെ ചുരുക്കെഴുത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തിന്റെ മുൻപാകെ സത്യസന്ധത ഇല്ലാതെ ജീവിക്കുക, പാപം മറച്ചു വെക്കുകയോ കള്ള ഭാവം കാണിക്കുകയോ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ആത്മീയരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ ഇടയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പുറത്തുള്ള ആരെയും നമുക്ക് വിധിക്കാനില്ല. നമ്മളുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നമ്മുടെ ലൈഫിൽ നമുക്ക് തന്നെ ചിന്തിക്കണം. ഒന്ന്, വഞ്ചന, കള്ളത്തരം, പിന്നെ കപടത. സ്തോത്രം. ഇതിന്റെ ചുരുക്കെടുപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ സത്യസന്ധതയില്ലാതെ ജീവിക്കുക. 2, പാപം മറച്ചു വയ്ക്കുകയോ കള്ളഭാവം കാണിക്കുകയോ ചെയ്യുക. അതിനെയാണ് കപടഭക്തിക്കാരെന്ന് പറയുന്നത്. നോക്കുക, ഈ 4 കാര്യം ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ 32-ാമത്തെ സങ്കീർത്തനത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് ഡേവിഡ് വീഴുവാനിടയായി. ദാവീദ് അഭിഷക്തനാണ്, അഭിഷേകം തലമേലിരിക്കുകയാണ്. വലിയ ഗോലിയാത്തിനെ ഒറ്റ ഏറിൽ വീഴ്ത്തിയവനാണ്. അവൻ നല്ലൊരു പ്രവാചകനാണ്. പിന്നീട് അവൻ കിന്നരം വായിക്കുമ്പോൾ ഭൂതമൊക്കെ പോകുന്നുണ്ട്. അവൻ ഇസ്രായേലിലെ പ്രഥമ പുരുഷനാണ്. അവൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നീട് ദാവീദ് പോഴത്തേക്ക് ദാവീദിന് ദൈവം ജയം കൊടുക്കാറുണ്ട്. പക്ഷേ ഇവന്റെ ഉള്ളിനകത്ത് ഇവൻ പോലും അറിയാതെ കയറി വന്ന ഈ 4 പാപം, 4 വിഷയങ്ങൾ. പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, നമ്മൾ നല്ല ശുശ്രൂഷിക്കുന്നവരാണ്, നല്ല അന്യഭാഷ പറയുന്നവരാണ്, നല്ല പ്രവചിക്കുന്നവരാണ്, നല്ല ദൈവത്തിനുവേണ്ടി ശോഭിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ കയറി വന്ന ഇതുപോലെ 4 പാപങ്ങളുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും വിചിന്തനം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ഈ സമയത്ത് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ഉള്ളിനകത്ത് ലംഘനമുണ്ടോ, പാപമുണ്ടോ, അകൃത്യമുണ്ടോ, കപടമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അനുദിനം ശോധന ചെയ്തു പോയാൽ മാത്രമേ ഒരുവന് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇനി ശ്രദ്ധിക്കണമേ, ലംഘനം എന്ന് പറയുന്നത് ദൈവത്തിനെതിരെയുള്ള കലാപമാണ്. ലംഘനം. 2, പാപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിലവാരത്തെ തെറ്റുക. 3, അകൃത്യം എന്ന് പറയുന്നത് പാപം മൂലം ഉള്ളിലെ വക്രതയും കുറ്റവുമാണ്. കപടം എന്ന് പറയുന്നത് പാപം മറയ്ക്കുന്ന വഞ്ചനപരമായ ഹൃദയമാണ്. ഇത് നമ്മുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം കാണുകയില്ല. നമ്മൾ ഒത്തിരി ശുശ്രൂഷിക്കുന്നു, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒത്തിരി ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മുടെ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ ഇത് ഏറ്റു പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് സദർശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ലംഘനം മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ അവന് കരുണ ലഭിക്കുവാനിടയാകും. നോക്കുക, ഇനി ശ്രദ്ധിക്കണമേ, ഈ ദാവീദ് ഈ 4 കാര്യങ്ങൾ അവൻ ചെയ്തപ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് വന്ന ഒരു മാറ്റത്തെക്കുറിച്ച് അവിടെ പറയുന്നത് സങ്കീർത്തനം 32-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ അത് മുതൽ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. 5 മുതൽ വായിക്കുമ്പോൾ ദാവീദ് ലംഘനം, പാപം, അകൃത്യം എന്നിവ ദൈവത്തിന് ഏറ്റു പറഞ്ഞു ലഭിച്ച അനുഗ്രഹമാണ് 6-ാമത്തെ വാക്യം മുതൽ ഉണ്ടാകുന്നത്. സങ്കീർത്തനം 32-ന്റെ 6. 1, ദൈവത്തെ കണ്ടെത്താൻ അവന് കഴിഞ്ഞു. അതാണ് അവിടെ വായിക്കുന്നത്. ഞാൻ വായിക്കാം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. മനസ്സിലായോ? അപ്പോൾ ദൈവത്തെ കണ്ടെത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ഈ 4 ജീവിതത്തിലെ 4 പ്രവൃത്തികൾ മാറണം. ഈ പാപം മാറിയാലേ നമുക്ക് ദൈവത്തെ യഥാർത്ഥമായി കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തെ യഥാർത്ഥമായി കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ സാധാരണയായി നാമധേയക്കാരെ നാമധേയ പ്രാർത്ഥന എന്ന് പറയുന്നു. നമ്മളും അങ്ങനെയല്ലേ? നാമധേയ പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകളെല്ലാം മാറുന്നില്ലേ? സമയം വെച്ചുള്ള പ്രാർത്ഥനയായി മാറുന്നില്ലേ? കാരണം എന്ന് പറയണ്ടേ, ദൈവത്തെ കണ്ടെത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ദൈവത്തെ കണ്ടെത്തി പ്രാർത്ഥിക്കാൻ കഴിയാത്തതിന് കാരണം എന്താണ്? ഈ 4 ശക്തികൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മളെ പിടിവലി നടത്തുകയാണ്. കപടം, പാപം, അകൃത്യം, ലംഘനം.
ഈ 4 കാര്യം നമ്മുടെ അകത്ത് കിടക്കുക. ഈ 4 ശക്തികൾ നമ്മുടെ അകത്ത് കിടക്കുമ്പോൾ ദൈവത്തെ കണ്ടെത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചടങ്ങ് പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ചു, വൈകിട്ട് കുടുംബ പ്രാർത്ഥന നടത്തി, പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, പള്ളിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കുടുംബ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, ഇത്രയും പറയാൻ പറ്റും. പക്ഷെ ദൈവത്തെ കണ്ടെത്തി പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന അത് വ്യത്യസ്തമാണ്. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഈ 4 ശക്തികൾ നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ കണ്ടെത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അടുത്ത് പറയുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. അപ്പോൾ മനുഷ്യ ജീവിതമാണ്. ആത്മീയനും അനാത്മീയനും, വലിയവനും ചെറിയവനും, സമ്പന്നനും ദരിദ്രനും, വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, എല്ലാ രാജ്യത്തിലും ജീവിക്കുന്ന മനുഷ്യനായി പിറക്കുന്നവന് ഒരു പെരുവെള്ളമുണ്ട്. അത് ഏത് സമയത്ത് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. പെരുവെള്ളം ഉയർന്നു വരുന്ന എപ്പോഴും ആർക്കെങ്കിലും അറിയത്തില്ല. എപ്പോഴും വേണമെങ്കിലും പറയാം. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ പ്രതികൂലം വരുമ്പോൾ ആ പ്രതികൂലം മുക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഈ 4 ശക്തികൾ നമ്മളിൽ നിന്ന് മാറണം. അതുകൊണ്ടാണ് ഡേവിഡ് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറയുന്നത്, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുക, പാപത്തെ ഏറ്റുപറഞ്ഞ് കളയുക. എങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പെരുവെള്ളം വന്നാലും നമ്മളെ മുക്കിക്കളയുവാൻ ദൈവാനുഭവം. അവിടെ പുള്ളി വ്യക്തമായി എഴുതിയിരിക്കുന്നു, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല എന്നതിന്റെ അർത്ഥം പ്രയാസങ്ങൾ, പ്രതികൂലം വരത്തില്ലെന്നല്ല, വരും. ഒരു ഭക്തന് വരും, ഒരു തിരമാല വന്നിരിക്കും. മർക്കോസ് 5 പറയുന്ന പോലെ യേശുവും ശിഷ്യന്മാരുമായി ഗദരദേശത്തിലേക്ക് പോകുമ്പോൾ ആ രാത്രിയിൽ ആ പടകിനെ മുക്കുന്ന കാറ്റുകളും തിരമാലകളും ആഞ്ഞടിച്ചു കയറി. അപ്പോൾ യേശു ഉള്ള പടകിലും തിരമാലയുണ്ട്, പെരുവെള്ളം കവിഞ്ഞു വരും. പക്ഷേ അത് നമ്മുടെ അടുക്കലോളം വരാതിരിക്കണമെങ്കിൽ വേദപുസ്തകം എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് ഈ 4 പൈശാചികപരമായ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് മേൽ കടന്നു വരികയില്ല. അടുത്ത വാക്യം പറയുന്നു, 7-ാം വാക്യം, നീ എനിക്ക് മറവിടമാകുന്നു. ഹല്ലേലൂയ. നീ എന്നെ കഷ്ടതയിൽ സൂക്ഷിക്കും. അപ്പോഴതിന്റെ അർത്ഥം ദൈവം എന്ത് പ്രതിസന്ധി വന്നാലും ഒരു വിശുദ്ധന് അല്ലെങ്കിൽ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടവന് ദൈവം ആരായിരിക്കും? ദൈവം ഒരു മറവായിരിക്കും, മറവിടമായിരിക്കും. ഇനി അടുത്ത് പറയുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും. കഷ്ടത വരത്തില്ലെന്നല്ല, കഷ്ടതയിൽ നിന്നും സൂക്ഷിക്കുവാനിടയാകും. ഹല്ലേലൂയ. അടുത്ത്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. എന്താണ് രക്ഷ? രക്ഷയുടെ 51-ാം സങ്കീർത്തനത്തിൽ ഇതേ ദാവീദ് പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവന്, ഹല്ലേലൂയ, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന് രക്ഷയുടെ സന്തോഷമുണ്ട്. അവരുടെ വീട്ടിൽ പട്ടിണിയായിരുന്നാലും, കടബാധ്യതയായിരുന്നാലും, രോഗമായിരുന്നാലും, ദുരിതമായിരുന്നാലും ഒരു ആത്മീയമായ ഒരു സന്തോഷമുണ്ട്. അതിനെയാണ് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത്. അത് ഈ ഭൂമി തരുന്ന ഒന്നല്ല, അത് സ്വർഗം തരുന്ന ഒന്നാണ് രക്ഷയുടെ സന്തോഷം. രക്ഷയുടെ സന്തോഷം പ്രാപിച്ച ആന്റി, അങ്കിളെ, ദൈവദാസന്മാര്, എത്ര നാളായി രക്ഷയുടെ ഉല്ലാസഘോഷം നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ നമ്മൾ അനുഭവിച്ചിട്ട്? ഒരു മെസ്സേജ് കഴിയുമ്പോൾ നമ്മൾ നിരാശരായി മാറുന്നു. നമ്മുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തകർന്നു പോകുന്നു. എന്താ കാര്യം? രക്ഷയുടെ സന്തോഷം നമ്മൾ ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം എന്താ? ഈ 4 ശക്തികൾ രക്ഷയുടെ സന്തോഷത്തെ തകർത്ത് കളയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ സന്തോഷം ഇന്ന് രാവിലെ ദൈവത്തോട് ആ 4 ശക്തികളും ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് വരുമ്പോൾ രക്ഷയുടെ സന്തോഷം വീണ്ടും നമുക്ക് തരുവാനിടയാകും. അടുത്ത വാക്യം പറയുന്നു, കഷ്ടതയിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ആണോ? രക്ഷയുടെ സന്തോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അടുത്ത വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു പോയത്, പക്ഷേ അങ്ങനെയല്ല. ഒരു ഉപദേശിക്കാൻ ഒരു ഉപദേഷ്ടാവ് എനിക്കുണ്ട്. സ്തോത്രം. പാപം ചെയ്യുന്നവനല്ല, ഈ 4 ശക്തിയും കൊണ്ട് നടക്കുന്നവന് ആ 4 ശക്തികളാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. പാപം നമ്മുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ പാപം നമ്മളെ ഉപദേശിച്ച് നടത്തും. അവിടെ ഉപായമുള്ളവൻ ഉപായമനെ ഉപദേശിച്ച് നടത്തും. ലംഘനം ചെയ്യുന്നവൻ ലംഘനവനെ ഉപദേശിച്ച് നടക്കും. അകർത്യം ചെയ്തുകൊണ്ട് നടക്കുന്നവൻ അകർത്യമായിരിക്കും
അവനെ ഉപദേശിച്ച് നടക്കുന്നു. എന്നാൽ ഈ 4 ശക്തികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ നമ്മളെ ഉപദേശിച്ച് നടത്തുന്ന ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതാണ് ഇവിടെ പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് പറഞ്ഞു തരും. എല്ലാ വഴികളും നടത്തുകയില്ല, നടക്കേണ്ടുന്ന വഴി. അവിടെ വളരെ വ്യക്തം, നടക്കേണ്ടുന്ന വഴി. എല്ലാ വഴികളിലും എൻ്റെ ദൈവം നമ്മെ കൊണ്ടുപോകത്തില്ല, തകർന്ന വഴിയിൽ കൂടെ കൊണ്ടുപോകത്തില്ല, നടക്കേണ്ടുന്ന വഴി. ഹല്ലേലൂയ. അവിടെ അതാണ് ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 4 ശക്തികൾ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ നടത്തേണ്ടുന്ന വഴിയിൽ ദൈവം നമ്മെ നടത്തുവാനിടയാവും. അടുത്ത വാക്യം പറയുന്നു, നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കേട്ടോ, ദൃഷ്ടി വെച്ച്. ഹല്ലേലൂയ. അവന്റെ കണ്ണ് നമ്മുടെ മേൽ വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്തുകൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? ആ 4 വൻ ശക്തികൾ നമ്മെ വിട്ടു പോയപ്പോഴാണ്. അതുകൊണ്ട് വീണ്ടും സങ്കീർത്തനക്കാരൻ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതകളെ പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വാഴുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ കുഞ്ഞെ, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. നമ്മൾ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, അകൃത്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ, കപടത ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ഇനി നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയെ പോലെ നമ്മൾ ആകരുത്. ഹല്ലേലൂയ. അവയുടെ ചമയങ്ങളും കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവ അടക്കി വാഴും. ഇല്ല, അങ്ങനെ ചെയ്യരുത്. ബുദ്ധിഹീനരാകരുത്. നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ദൈവം പറയുന്ന വഴി നടത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, പാപം ഏറ്റുപറയാത്ത കാലം ഒരിക്കലും അഴിയത്തില്ല. ആരണ്ടൊക്കെ പറയും, ഇപ്പോൾ കെട്ടഴിയും, ഇപ്പോൾ ബന്ധനമഴിയും, ഇപ്പോൾ വിടുതൽ നടക്കും. ചുമ്മാതാ. വേദപുസ്തകത്തിന് അങ്ങനെയില്ല. പാപം ക്ഷമിക്കപ്പെടണം. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് കർത്തൃസന്നിധിയിൽ കരയണം. പാപം ഏറ്റുപറഞ്ഞ് കരയണം. പാപം ഏറ്റുപറഞ്ഞ് കരയണം. എങ്ങനെയാ പാപം ഏറ്റുപറഞ്ഞ് കരയണം? തകർന്ന ഹൃദയത്തോട്, ഉടഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധി നിലവിളിക്കണം. ഹല്ലേലൂയ. യെശയ്യാവ് നിലവിളിച്ചതുപോലെ, ഹല്ലേലൂയ, പ്രവാചകന്മാർ നിലവിളിച്ചതുപോലെ, പത്രോസ് പറഞ്ഞു, പാപിയായി എന്നെ വിട്ടു പോകുക. ആ നിലവിളി എൻ്റെ കർത്താവ് കേട്ടു. അതെ, ഞാനൊരു പാപിയാണ് എന്നൊരു തോന്നൽ എപ്പോഴും സംഭവിക്കുന്നു, ഞാൻ വീണ് പോയെന്ന് എപ്പോഴും സമ്മതിക്കുന്നു, അപ്പോഴാണ് ദൈവം ഒരു വിഷയത്തിന് മേൽ ഇറങ്ങി വരുന്നത്. ശിംശോനെ നോക്കുക, അവന്റെ കഴിവ് കൊണ്ടും ആരോഗ്യം കൊണ്ടും ഫലം നേടി. അവൻ അവസാനം മനസ്സിലായി, ഞാൻ പിടിക്കപ്പെട്ടു, ഇനി മനുഷ്യനെ കൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ, ദൈവമേ, ഒരു പ്രാവശ്യത്തിനും കൂടെ. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ലംഘനം വന്നിട്ടുണ്ടെങ്കിൽ, അത് സഭാപരമായിട്ടോ ആത്മീയപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ കുടുംബപരമായിട്ടോ സാമ്പത്തിക വിഷയങ്ങളിലോ സഭാ വിഷയത്തിലോ എവിടെയെങ്കിലും ലംഘനം വന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഏതെങ്കിലും അകൃത്യം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേ പറ്റൂ. ഏതെങ്കിലും വിധമാകുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് കപടതകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേ പറ്റൂ. കപടതകളെല്ലാം കളയണം. യേശു ഏറ്റവും കൂടുതൽ വെറുത്ത കാര്യമാണ് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ. നോക്കണം, ഇന്ന് കപടതകളിൽ മാത്രമാണ് ദൈവ ശുശ്രൂഷ നടക്കുന്നത്. ശുശ്രൂഷകന്മാരോട് പറയുന്നു, കപടത കാണിക്കരുത്. കപടത കാണിച്ചാൽ ഇവിടെ നമുക്ക് നിലനിൽക്കാം, ഇവിടെ പൈസ കിട്ടും, ഇവിടെ മാന്യത കിട്ടും, ഇവിടെ കസേര കിട്ടും, ഇവിടെ പലതും കിട്ടും, ഇവിടെ ശ്രേഷ്ഠത കിട്ടും. പക്ഷേ നിത്യരാജ്യത്തിൽ എത്തുകയില്ല. ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിനകത്ത് അത് സംഭവിക്കരുത്. അനുഗ്രഹം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഇന്ന അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പാപം 4 ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കിടന്നാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്,
മൂന്നാം വാക്യം, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. എൻ്റെ ആത്മീയ അസ്ഥികളെല്ലാം ക്ഷയിച്ചിരിക്കുകയാണ്. എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ ആരാധിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഞാൻ മിണ്ടാതിരുന്നു. ഈ 4 കാര്യം മനസ്സിലാക്കിയിട്ട് ഇനി മിണ്ടാതിരിക്കരുത്. നിങ്ങളുടെ അസ്ഥികൾ ക്ഷയിച്ചു പോകും. ആത്മീയമായി നമ്മൾ തകർന്നു പോകും. നമുക്കൊരു ക്ഷയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ക്ഷയിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ആത്മീയമായി മരിച്ചു പോകും. കയറി വരാൻ പറ്റത്തില്ല. അതാണ്ട് ഇവിടെ പറയുന്നു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. മിണ്ടാതിരിക്കരുത്, ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചുകൊള്ളണം. ഇല്ലെങ്കിൽ ഓരോ സെക്കൻഡും നിങ്ങളുടെ ആത്മീയ ജീവിതം ക്ഷയിച്ചു പോകുവാനിടയാകും. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസ്ഥി എപ്രകാരം വേദനിക്കുന്നു അതുപോലെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഈ പാപനിമിത്തം വേദനകൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും എന്ത് ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ വേദന എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം ഈ 4 ശക്തികൾ നിങ്ങളെ വിടത്തില്ല, അത് തുടർന്ന് പിടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്, അത് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിക്കുക. അടുത്ത വാക്യം പറയുന്നു, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് അസ്ഥി ക്ഷയിക്കുക മാത്രമല്ല, ദൈവത്തിന്റെ കൈ ഒരു ഭാരമായി വരും. എൻ്റെ പ്രിയമുള്ളവരോട്, ദൈവദാസിമാർ, കുഞ്ഞുങ്ങളോട്, മണിക്കൂറോളം പ്രാർത്ഥിക്കുന്നവരെ, കർത്താവിനോട് ഓടുന്നവരെ, ഇന്നും നിങ്ങളുടെ വീട്ടിനകത്ത്, നമ്മുടെ സഭയ്ക്കകത്ത് ചില വിഷയങ്ങൾ ഭാരമായിരിക്കുന്നുണ്ട്. ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പറയുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. അത് മാറി ഉപദേഷ്ടാക്കന്മാരെ വിളിക്കുന്നു, പ്രവാചകന്മാർ വരുന്നു, പ്രവചിക്കുന്നു, അവർ പോകുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നും മാറുന്നില്ല. ചില വിഷയങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഭാരമായി കിടക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഈ വചന വെളിപ്പാട് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ചില വിഷയങ്ങളിൽ നിങ്ങളുടെ കുടുംബം ഭാരമായി കിടക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ലല്ലേ, ആരാധിച്ചിട്ട് മാറുന്നില്ലല്ലേ, പ്രവാചകന്മാർ വന്ന് പ്രവചന വെളിപ്പാടുകൾ പറഞ്ഞിട്ട് പോകുന്നു, മാറുന്നില്ല. അനേക ദൂതുകൾ തന്നു, ഇന്ന് വരെ മാറുന്നില്ല. സഹോദര, സ്നേഹിത, ദൈവദാസനെ, കുഞ്ഞേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. മറ്റൊന്നുമല്ല, ഈ 4 ശക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് ഭാരമായിരിക്കാം. നോക്കുക, ദാവീദിന്റെ ജീവിതത്തിൽ അവൻ പാപം ചെയ്തു. ഏകദേശം ഒരു വർഷത്തോളം അവന്റെ ജീവിതത്തിനകത്ത് ഉല്ലാസഹോഷം നഷ്ടപ്പെട്ടു. ജീവിതത്തിലെല്ലാം പരാജയപ്പെട്ടു, ജീവിതത്തിലെല്ലാം ഉടയപ്പെട്ടു, എല്ലാം തകർന്ന് തരിപ്പണമാകുവാനിടയായി. എന്നിട്ടും പുള്ളി തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എന്തെന്നറിയണ്ടേ? ദൈവത്തിന്റെ കൈ അവന് ഭാരമായിരുന്നു. ദൈവത്തിന്റെ കൈ ഭാരമായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ദൈവത്തിന്റെ കൈ നിങ്ങളുടെ വീട്ടിനകത്ത് വരരുത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരരുത്. ആന്റി, എത്ര നല്ല ഡിഗ്രി ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുടെ അറ്റത്തോളം എത്തുന്നല്ലേ, കിട്ടുന്നില്ല. നല്ല അനുഗ്രഹങ്ങളുള്ള കുടുംബം, പക്ഷെ ഈ അവസാന സമയത്ത് എല്ലാം തകർന്നു പോകുന്നല്ലേ. ആത്മീയതയിൽ ഉയരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഒന്നും കിട്ടുന്നില്ലല്ലേ. അതെ, ഈ 4 ശക്തികൾ നിങ്ങളുടെ നന്മകളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഈ 4 ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൈ ആ വ്യക്തിക്ക് ഭാരമായി തീരുവാനിടയാകും. ഇനി നിങ്ങൾ നോക്കുക, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കും, നിന്റെ മജ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്തെന്ന പോലെ വറ്റിയിരിക്കുന്നു എന്ന് വെച്ചാൽ ശരീരത്തിന്റെ അസ്ഥികളെയും നാടിഞ്ഞരമ്പുകളെയും ബലപ്പെടുത്തുന്ന, മടക്കുമ്പോഴും ആലിങ്ങോട്ട് തിരിക്കുമ്പോഴും അങ്ങോട്ട് തിരിക്കുവാൻ ഉതകുന്ന മജ്ഞ വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ സൂര്യന്റെ വെയിലേറ്റ് ഓയിൽ അത് ചോർന്നു പോകുന്നത് പോലെ നമ്മുടെ അഭിഷേകം, ഹല്ലേലൂയ, ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 4 ശക്തികൾ നമ്മുടെ ജീവിതത്തിനകത്തുള്ള കാലം നമ്മൾ പ്രാപിക്കുന്ന അഭിഷേകം ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു നുവരരുത്, അത് പൊട്ടിപ്പോവാനിടയാകും. സ്നേഹിത, സഹോദര, ഓരോ ഉപവാസ പ്രാർത്ഥനയിലും ഓരോ രാത്രികളിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകം നിലനിൽക്കാത്തതൊന്നെന്ന് എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, ഈ 4 ശക്തികൾ നിങ്ങളെ വേട്ടയാടുന്നു. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ. അടുത്ത്
ഓർക്കണം, പാപം എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. കണ്ടോ, പാപം ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ കുറ്റം ക്ഷമിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ ശേഷമാണ് ദൈവിക അനുഗ്രഹങ്ങൾ അവൻ്റെ മേൽ വെളിപ്പെടുവാനിടയാകുന്നത്. ഞാൻ ആദ്യം അനുഗ്രഹം പറഞ്ഞതേ ഉള്ളൂ, പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ ജീവിതത്തിനകത്ത് മേൽ പറഞ്ഞ 4 ശക്തികൾ നമ്മളിൽ നിന്ന് മാറാതെ ദൈവിക അനുഗ്രഹം ഉണ്ടാകത്തില്ല. ഇത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത കാലം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ദൈവസഭയ്ക്കകത്ത് തകർച്ചകളും പരാജയങ്ങളും മാത്രമേ ഉണ്ടാകൂ എന്ന് ഞാൻ ഈ സമയത്ത് മുന്നറിയിപ്പ് തരികയാണ്. അതെ, നമ്മുടെ കണ്ണുകളെ മൂടി നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും കപടമുണ്ടോ? ഏതെങ്കിലും അകൃത്യമുണ്ടോ? ഏതെങ്കിലും പാപം ജീവിതത്തിനകത്തുണ്ടോ? ഏതെങ്കിലും ലംഘനങ്ങളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അസ്ഥികൾ ക്ഷയിക്കും. മറ്റേ വേനൽക്കാലത്തെ എണ്ണ പോലെ വറ്റിപ്പോവും എന്ന് വെച്ചാൽ ആത്മീയമായ എണ്ണ നിങ്ങളുടെ ജീവിതത്തിൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രാവും പകലും ദൈവത്തിന്റെ കൈ നിങ്ങളുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും നമുക്ക് ഭാരമായി വരും. ദൈവം വയ്ക്കുന്ന ഭാരമുള്ള തുക ആർക്കും പൊട്ടിക്കാൻ കഴിയില്ല. ആകയാൽ ഈ 4 ശക്തിയോട് ഏറ്റു പറഞ്ഞ് നമുക്കിന്ന് ഉപേക്ഷിക്കാം. നിങ്ങൾ ഉപേക്ഷിച്ച ശേഷം ബുദ്ധിയില്ലാത്ത കഴുതയും ഓവർ കഴുതികളെ പോലെ ആകരുത് എന്ന് സങ്കീർത്തനത്തിൽ ഇവിടെ നമ്മളെ പറഞ്ഞു തരുവാനിടയായി. കണ്ണുകളെ വിടാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. വത്സല്യ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ദൂതിന്റെ അവകാശികൾക്കായി ഞാൻ സ്തോത്രം ചെയ്തു. സ്വർഗീയ നല്ല പിതാവേ, ഈ ദൂതിന്റെ അവകാശികൾക്കായി ഞാൻ സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ ലംഘനം, ഞങ്ങളുടെ പാപം, ഞങ്ങളുടെ അകൃത്യം, ഞങ്ങളുടെ കപടം, കർത്താവെ, ഈ 4 കാര്യം മനുഷ്യൻ കാണുന്നില്ല. രഹസ്യത്തിൽ കാണുന്ന പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നാളെയുടെ നീളകളിൽ വരാൻ പോകുന്ന നിത്യതയുടെ പ്രകാശത്തെ തകർത്ത് കളയുവാൻ, നിത്യതയിലൂടെ യാത്രയെ തടഞ്ഞു വെക്കുന്ന ഈ 4 ശക്തികൾ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവാരോടൊക്കെ പറയുന്നു, ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ കൈ ചിലടത്ത് ഭാരമായി നിൽക്കുക. ഇവിടെ ഉപവാസമല്ല വേണ്ടത്, ഇപ്പോൾ ഇവിടെ അന്യഭാഷയല്ല വേണ്ടത്, ഇവിടെ പ്രവാചകന്മാരെയല്ല വേണ്ടത്. സ്വന്തമായി ഇരുന്നു കൊണ്ട് ദൈവവചനത്തിന്റെ മുമ്പിലിരുന്ന് കരഞ്ഞ്, എവിടെയാണപ്പ ലംഘനം, എവിടെയാണപ്പ പാപം, എവിടെയാണപ്പ അകൃത്യം, എവിടെയാണപ്പ എൻ്റെ ആത്മീയ ജീവിതത്തിലെ കപടത എന്ന് ഓർത്ത് ദൈവസന് ഓരോന്ന് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ ദൈവം പറയുന്നു, കരുണ ലഭിക്കും. ഇന്ന് രാവിലെ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വിശുദ്ധന്മാരെയും ഒരിക്കൽ കൂടി അവരെ ഒരുക്കിയെടുക്കുന്ന സന്ദേശമാക്കണമേ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കർത്താവിന്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുക്കേണ്ട ചില വിടുതലുകൾ, ചില ആശ്വാസങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.